ഗുഡ് ഈവനിങ്. നമ്മൾ ഡേറ്റ പ്രോസസ്സിംഗ് വിത്ത് ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർമാറ്റിംഗ് സ്പ്രെഡ്ഷീറ്റ് ഫോർമാറ്റ് ചെയ്യാനായിട്ട് സെല്ല് ഫോർമാറ്റ് ചെയ്യുന്നത് എങ്ങനെ, കളറൊക്കെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെ, സെല്ലിൻ്റെ കോളത്തിൻ്റെ ഹൈറ്റ് വിഡ്ത്തൊക്കെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സ്പ്രെഡ്ഷീറ്റിലെ ഇൻസേർട്ടിങ്, ഡിലീറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഫീച്ചേഴ്സ്. എങ്ങനെയാണ് നമ്മൾ റോസ് ഇൻസേർട്ട് ചെയ്യുന്നത്, കോളം ഇൻസേർട്ട് ചെയ്യുന്നത്, അതുപോലെ അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഒരു 10 റോ ഉണ്ട്, ഒരു റോയുടെ ഇടയിൽ കയറ്റണം, എന്ത് ചെയ്യണം, ഇനി ഏതെങ്കിലും ഒരു റോ വേണ്ട എന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് മാറ്റാം. പിന്നെ അതിൽ എഡിറ്റ് ചെയ്യാനായിട്ട് ചേഞ്ചസ് വരുത്താനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കണം. ഓക്കെ, ഫ്രീസിങ് റോസ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻസേർട്ടിങ്, ഡിലീറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഫീച്ചേഴ്സാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസേർട്ടിങ് സെൽ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെ. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു വർക്ക്ഷീറ്റിൽ ഇടയ്ക്കൊരു സെല്ല് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അതിന് ചെയ്യേണ്ടത് മെനു എന്ന് പറയുന്ന ഇൻസേർട്ട് മെനുവിൽ സെൽസ് എടുക്കുക. അപ്പോൾ ഒരു ഇൻസേർട്ട് സെൽസ് ഡയലോഗ് ബോക്സ് വരും. അതിൽ കുറച്ച് ഓപ്ഷൻസ് വരും. അതിലൊന്ന് ഷിഫ്റ്റ് സെൽസ് ഡൗൺ കൊടുത്താൽ നേരത്തെ ഉള്ള സെൽസ് താഴോട്ട് പോകും, ഇടയ്ക്കൊരു സെല്ല് ഇൻസേർട്ട് ആവും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഒരു സെല്ലിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് ഒരു വർക്ക്ഷീറ്റ് എടുത്ത് നോക്കാം. അപ്പം ഈ മെനു പഠിച്ചു വയ്ക്കണം. ഇൻസേർട്ട്, ഹൗ ക്യാൻ യു ഇൻസേർട്ട് സെൽ എന്ന് ചോദിച്ചാൽ സെലക്ട് ചെയ്യേണ്ട മെനു ഇൻസേർട്ട് മെനു ആണ്. ഇൻസേർട്ട് മെനുവിൽ സെൽസ് ഓപ്ഷൻ എടുക്കുക. പക്ഷെ നമ്മുടെ ഈ ലിബർ ഓഫീസിൻ്റെ ഈ വേർഷനിൽ, നമ്മുടെ ടെക്സ്റ്റിലെ വേർഷനിൽ ഇൻസേർട്ട് മെനുവിൽ സെൽസ് എടുക്കാനാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ലിബർ ഓഫീസിൻ്റെ ഈ വേർഷനിൽ അത് വരുന്നില്ല. നോക്കിയിട്ട് ഇതിനകത്ത് സെൽസ് എന്നൊരു ഓപ്ഷൻ വരുന്നില്ല. പകരം നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കിവിടെ ഇടയ്ക്ക് ഇവിടെ രാജീവ്, ശർമ്മ, ദിവ്യ, ജോസ്, റഹീം അങ്ങനെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ദിവ്യയുടെ മുമ്പായിട്ട് നമുക്കൊരു സെല്ല്, ഇവിടെ ഒരു സെല്ല് ഇൻസേർട്ട് ചെയ്യണം. ദിവ്യ എസ് എന്ന് പറയുന്നത് താഴോട്ട് വരണം. അങ്ങനെ നമ്മളിവിടെ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ അതിൽ ഒരു ഇൻസേർട്ട് മെനു വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഈ ഇൻസേർട്ട് മെനുവിൽ നിന്നാണ് എടുക്കേണ്ടത്. അതിനകത്ത് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ ആ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസേർട്ട് മെനു എടുക്കാൻ വേണ്ടി ചെയ്യുന്നത് ആ സെല്ലിൽ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇൻസേർട്ട് സെൽസ് എന്നൊരു ഡയലോഗ് ബോക്സ് വരും. ഇൻസേർട്ട് സെൽസ് ഡയലോഗ് ബോക്സിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഷിഫ്റ്റ് സെൽസ് ഡൗൺ, ഷിഫ്റ്റ് സെൽസ് റൈറ്റ്, എൻറ്റയർ റോ, എൻറ്റയർ കോളം, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഷിഫ്റ്റ് സെൽസ് ഡൗൺ കൊടുത്ത് ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ദിവ്യ ഈ കോളത്തിലായിരുന്നു, അത് താഴോട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഷിഫ്റ്റ് സെൽസ് ഡൗൺ, അവിടെ നിന്നുള്ള ബാക്കിയുള്ള സെൽസിനെ താഴേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ബ്ലാങ്ക് സെൽ ഡെവലപ്പ് ആവും. ഓക്കെ, കാണുന്നുണ്ടോ? മനസ്സിലായോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻസേർട്ട് സെൽസ്. സെൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇൻസേർട്ടിൽ സെൽസ് എടുക്കുക. അപ്പോൾ ഷിഫ്റ്റ് സെൽസ് ഡൗൺ സെലക്ട് ചെയ്യുക. ഇനി നമുക്കത് അൺഡു ചെയ്തിട്ട് വേറെ ഒരു ഓപ്ഷൻ എടുത്ത് നോക്കാം. ഇപ്പോൾ അൺഡു ചെയ്തു, ഇപ്പോൾ തിരിച്ച് വീണ്ടും പഴയതുപോലെ ആയി. ഇനി നമ്മൾ വീണ്ടും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് മെനു എടുക്കുകയാണ്. ഇൻസേർട്ട് മെനുവിൽ ഷിഫ്റ്റ് സെൽസ് റൈറ്റ് കൊടുത്ത് നോക്കാം. ഓക്കെ, ഷിഫ്റ്റ് സെൽസ് ഡൗൺ ഉണ്ട്, ഷിഫ്റ്റ് സെൽസ് റൈറ്റ് ഉണ്ട്. റൈറ്റ് കൊടുത്ത് ഓക്കെ കൊടുത്താൽ എന്ത് പറ്റും? ഈ ദിവ്യ എന്ന് പറയുന്നത് റൈറ്റിലോട്ട് ഷിഫ്റ്റായി. ഓക്കെ, വലതുവശത്തോട്ട് റൈറ്റ് സൈഡിലോട്ട് ഷിഫ്റ്റായി. നേരത്തെ ഡൗൺ കൊടുത്താൽ താഴോട്ട് ഷിഫ്റ്റ് ആവും, റൈറ്റിലോട്ട് കൊടുത്താൽ വലതുവശത്തോട്ട് ഷിഫ്റ്റ് ആവും. ഇനി അൺഡു, ഇവിടെ ഒരു അൺഡു ഉണ്ട്. അൺഡു കൊടുത്താൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഓപ്പറേഷൻ അൺഡു ആവും. ഇപ്പോൾ വീണ്ടും പഴയതുപോലെ ആയി. വീണ്ടും നമുക്ക് ഇൻസേർട്ട് മെനു എടുക്കാം. ഇൻസേർട്ട് മെനുവിൽ എൻറ്റയർ റോ ഓപ്ഷൻ ഉണ്ട്. എൻറ്റയർ റോ കൊടുത്ത് നോക്കാം. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു റോ മുഴുവനും താഴോട്ട് ഷിഫ്റ്റായി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ? അപ്പോൾ ഈ ദിവ്യ എന്ന് പറയുന്ന ആ പേര് വരുന്ന റോ കംപ്ലീറ്റ് ആയിട്ട് താഴേക്ക് ഷിഫ്റ്റായി. ഒരു റോ അതിൻ്റെ ഇടയിൽ ഇൻസേർട്ടായി, ഒരു ഫുൾ റോയാണ് ഇൻസേർട്ടായത്. ഇനി അടുത്ത ഒരു ഓപ്ഷൻ ഉണ്ട്. അൺഡു ചെയ്തിട്ട് അടുത്ത ഓപ്ഷൻ എടുത്ത് നോക്കാം. ഇൻസേർട്ടിൽ എൻറ്റയർ കോളം, ഒരു കോളം മൊത്തം നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ക്ലിക്ക് ചെയ്താൽ ഈ കോളം, ദിവ്യ ഉൾപ്പെടുന്ന കോളം മൊത്തം റൈറ്റിലോട്ട് അങ്ങ് ഷിഫ്റ്റായി. ഇവിടെ ഒരു ന്യൂ കോളം ഡെവലപ്പായി. ഓക്കെ,
അപ്പോൾ ഒരു കോളം നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇൻസേർട്ട് സെൽസിൽ നമുക്ക് പല ഓപ്ഷൻസ് വരും. അപ്പോൾ ഇൻസേർട്ട് സെൽസ് എന്നുള്ള മെനു എടുക്കാൻ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഇൻസേർട്ട് മെനു കിട്ടും. ഇൻസേർട്ട് എടുത്താൽ അതിനകത്ത് ഷിഫ്റ്റ് സെൽസ് ഡൗൺ ഉണ്ട്, ഷിഫ്റ്റ് സെൽസ് റൈറ്റ് ഉണ്ട്, എൻ്റയർ റോ ഉണ്ട്, എൻ്റയർ കോളം ഉണ്ട്. അപ്പോൾ ഏതാണോ നമുക്ക് വേണ്ടത് ആ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഷിഫ്റ്റ് ഇൻസേർട്ട് സെൽസ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇൻസേർട്ടിങ് സെൽ ഇൻസേർട്ട് ചെയ്യാൻ ചെയ്യേണ്ടത് ചൂസ് ഇൻസേർട്ട് സെൽസ്. ഇൻ ദ ഇൻസേർട്ട് സെൽസ് ഡയലോഗ് ബോക്സ് ചൂസ് ഷിഫ്റ്റ് സെൽസ് ഡൗൺ. ഷിഫ്റ്റ് ഒരു ഓപ്ഷൻ മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. പഠിക്കാൻ പറ്റുമോ എന്നുള്ളവർ ബാക്കിയും കൂടെ പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത് ഇൻസേർട്ടിങ് റോ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ഇൻസേർട്ടിൽ റോസ് കൊടുക്കുക. ഓക്കെ, ചൂസ് ഇൻസേർട്ട് മെനുവിൽ റോസ് കൊടുക്കണം. അതുപോലെ ഇൻസേർട്ടിങ് കോളം ആണെങ്കിൽ ഇൻസേർട്ട് മെനുവിൽ കോളംസ് സെലക്ട് ചെയ്യണം. അടുത്ത അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റോസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസേർട്ട് മെനു വരുന്നുണ്ട്. ഇൻസേർട്ട് മെനുവിൽ എൻ്റെ റോ എന്ന് കൊടുത്താൽ ഒരു റോ മുഴുവൻ ഇൻസേർട്ട് ആകും. എൻ്റെ കോളം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസേർട്ട് മെനുവിൽ കോളം സെലക്ട് ചെയ്താൽ കോളം കിട്ടും. ഓക്കെ, അപ്പോൾ കോളം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ കോളം സെലക്ട് ചെയ്യണം, റോ വേണമെങ്കിൽ റോ സെലക്ട് ചെയ്യണം. ഒരു സെൽസിനെ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് സെൽസ് ഡൗൺ കൊടുക്കണം. ഇനി അടുത്ത നമുക്ക് വരുന്നത് ഇൻസേർട്ടിങ് വർക്ക്ഷീറ്റ്. ഒരു വർക്ക്ഷീറ്റ് വേണമെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിന് ഇൻസേർട്ട് മെനുവിൽ ഷീറ്റ് ചൂസ് ചെയ്യുക. ഓക്കെ, ഇൻസേർട്ട് മെനുവിൽ ഷീറ്റ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർക്ക്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് ഇതിനകത്ത് വരുന്നില്ല. ഇൻസേർട്ട് മെനുവിൽ സോറി, ഈ വേർഷനിൽ അത് ആ മെനൂസ് അല്ല, എൻ്റെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന വേർഷനിൽ അതല്ല വരുന്നത്. അപ്പോൾ ഇൻസേർട്ട് അതിന് നമുക്ക് ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ഷീറ്റ്, ആ ഷീറ്റിൻ്റെ പുറത്ത് വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മെനു കിട്ടും ഇൻസേർട്ട് ഷീറ്റ്. അപ്പോൾ ഇൻസേർട്ട് ഷീറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഷീറ്റിൻ്റെ ഇവിടെ ഇതാണ് ഷീറ്റിൻ്റെ പേരുകൾ. ഇത് ഒന്നാമത്തെ ഷീറ്റിൻ്റെ പേര് ട്രയലാണ്, രണ്ടാമത്തെ ഷീറ്റിൻ്റെ പേര് ഷീറ്റ് 2 ആണ്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഒരു ഷീറ്റും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് ഷീറ്റ് കൊടുക്കുക. അപ്പം ഒരു ഇൻസേർട്ട് ഷീറ്റ് എന്നുള്ള ഒരു ഡയലോഗ് ബോക്സ് വരും. അത് ബിഫോർ കറണ്ട് ഷീറ്റ്, ഇപ്പം നേരത്തെ കിടക്കുന്നതിൻ്റെ ഇടയിൽ കൊടുക്കണം. അതിന് മുൻപായിട്ട് കൊടുക്കണമെങ്കിൽ ബിഫോർ കറണ്ട് ഷീറ്റ് കൊടുക്കുക. അതിന് ശേഷം വരണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ കറണ്ട് ഷീറ്റ് കൊടുക്കുക. പിന്നെ നമുക്കിവിടെ നമ്പർ ഓഫ് ഷീറ്റ്സും കൊടുക്കാം. 4-5 എണ്ണം വേണോ, ഒരു 3 ഷീറ്റ് വേണമെങ്കിൽ നമ്പർ ഓഫ് ഷീറ്റ്സ് 3 എന്ന് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ബിഫോർ കറണ്ട് ഷീറ്റിൽ 3 ഷീറ്റ് ആഡ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഷീറ്റ് 2 ആയിരുന്നു നേരത്തെ കിടന്നത്, അതിങ്ങനെ അറ്റത്തോട്ട് മാറി 3ഉം 4ഉം 5ഉം ഇവിടെ ഇൻസേർട്ടായി. ഓക്കെ, 3 ഷീറ്റുകൾ നമ്മൾ 3 ഷീറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഷീറ്റ് 3, ഷീറ്റ് 4, ഷീറ്റ് 5 അത് 3ഉം ഇതിനിടയിലായിട്ട് ഷീറ്റ് 2-ന് ഇടയിലായിട്ട് ഇൻസേർട്ട് ചെയ്തു. വേറെ ഒരു എളുപ്പമാർഗം കൊണ്ട് ഇവിടെ പ്ലസ് ഉണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒരു ഷീറ്റ് ഇവിടെ ക്രിയേറ്റ് ആവും. ഷീറ്റ് 6 ഇവിടെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും. അവസാനം ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെയും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻസേർട്ട് മെനു ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഇൻസേർട്ടിൽ നമ്മൾ പഠിക്കേണ്ടത് ഇൻസേർട്ടിലുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻസേർട്ടിങ് സെല്ല്, ഇൻസേർട്ട് സെല്ല് കൊടുക്കാൻ ഇൻസേർട്ടിൽ സെൽസ് സെലക്ട് ചെയ്യുക. ഡയലോഗ് ബോക്സിൽ വന്ന് ഷിഫ്റ്റ് സെൽസ് ഡൗൺ എടുക്കുക. ഇൻസേർട്ട് റോ ആണെങ്കിൽ എവിടെയാണോ റോ വേണ്ടത് അവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇൻസേർട്ട് റോസ് കൊടുക്കുക. അടുത്ത ഇൻസേർട്ടിങ് കോളം ആണ് വേണ്ടെങ്കിൽ എവിടെയാണോ കോളം ആഡ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇൻസേർട്ടിൽ കോളംസ് സെലക്ട് ചെയ്യുക. അടുത്തൊരു വർക്ക്ഷീറ്റാണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് മെനുവിൽ ഷീറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒരെണ്ണം ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചു, അതുപോലെ നമുക്ക് ഡിലീറ്റും ചെയ്യാം. ഇപ്പം ഡിലീറ്റ് ചെയ്യുന്നതിൽ നമുക്ക് വേണമെങ്കിൽ സെല്ലുകളെ ഡിലീറ്റ് ചെയ്യാം. സെല്ല് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് ചോദിക്കും. ഷിഫ്റ്റ് സെൽസ് അപ്പ്, നമ്മൾ ഡിലീറ്റ് ചെയ്ത ആ സ്ഥലത്തോട്ട് താഴോട്ടുള്ള സെല്ലുകളെ മുകളിലേക്ക് കൊണ്ടുവരട്ടോ, അല്ലെങ്കിൽ ഷിഫ്റ്റ് സെൽസ് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോട്ടോ, അതുപോലെ ഡിലീറ്റ് എൻ്റെ റോ, ആ റോ മുഴുവൻ ഡിലീറ്റ് ചെയ്യണോ, ഡിലീറ്റ് എൻ്റെ കോളംസ്, കോളം മുഴുവൻ ഡിലീറ്റ് ചെയ്യണോ, അങ്ങനെയുള്ള ഓപ്ഷൻസ് വരും. ഷിഫ്റ്റ് സെൽസ് അപ്പ് കൊടുത്താൽ ആ ഒറ്റ സെല്ല് മാത്രമേ ഡിലീറ്റ് ആവുള്ളൂ, താഴെയുള്ള സെല്ല് മുകളിലേക്ക് കയറി വരും.
ഷിഫ്റ്റ് സെൽസ് ലെഫ്റ്റ് കൊടുത്താലും ഒരു സെല്ല് ഡിലീറ്റ് ആവുകയുള്ളൂ, ആ സെല്ല് ലെഫ്റ്റിലേക്ക് കയറി വരും. ഡിലീറ്റ് എൻ്റയർ റോ കൊടുത്താൽ റോ മുഴുവൻ ഡിലീറ്റ് ആവും, ഡിലീറ്റ് എൻ്റയർ കോളം കൊടുത്താൽ കോളം മുഴുവൻ ഡിലീറ്റ് ആവും. അപ്പോൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യണം. അതുപോലെ ഷീറ്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് മെനുവിൽ ഷീറ്റിൽ ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിലീറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞ ദിവ്യ എന്ന് പറയുന്ന സെല്ല് തന്നെ എടുക്കാം. B5 സെൽ അഡ്രസ്സിൽ വരുന്ന ദിവ്യ എസ് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി അതിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് എഡിറ്റിൽ അതിലും ആ ഓപ്ഷൻ വരില്ല. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റ് ഓപ്ഷൻ വരും. ഡിലീറ്റ് എടുക്കുക. അപ്പോൾ അതിൽ ഡിലീറ്റ് സെൽസ് എന്നുള്ള മെനു വരും. ഓക്കെ, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റ് എടുക്കുക. ഡിലീറ്റ് എടുത്തിട്ട് അപ്പോൾ അതിൽ വരുന്ന ആ ഡയലോഗ് ബോക്സിന്റെ പേരാണ് ഡിലീറ്റ് സെൽസ്. അതിൽ ഈ ഓപ്ഷൻസ് എത്രയും ഡിസ്പ്ലേ ചെയ്യും. ഷിഫ്റ്റ് സെൽസ് അപ്പ്, ഷിഫ്റ്റ് സെൽസ് ലെഫ്റ്റ്, ഡിലീറ്റ് എൻ്റയർ റോ, ഡിലീറ്റ് എൻ്റയർ കോളംസ്. ഷിഫ്റ്റ് സെൽസ് അപ്പാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നിട്ട് നമ്മൾ ഓക്കെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഷിഫ്റ്റ് സെൽസ് അപ്പ് നമ്മൾ സെലക്ട് ചെയ്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ എന്തായി, ഇവിടെ ദിവ്യ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നല്ലോ B5, അതങ്ങ് ഡിലീറ്റ് ആയി. ഇപ്പൊ ജോസ് റഹീമും താഴെ കിടക്കുകയായിരുന്നു, അവർ രണ്ടുപേരും മുകളിലേക്ക് കയറി. അതാണ് ഷിഫ്റ്റ് സെൽസ് അപ്പ്. ദിവ്യ എന്നുള്ളത് ഡിലീറ്റ് ആയിട്ട് താഴെ ഉള്ളത് മുകളിലേക്ക് വരും. ഇനി അതല്ല നമുക്ക് വേണ്ടത്, ഷിഫ്റ്റ് വീണ്ടും നമ്മൾ അൺഡു കൊടുത്തു. അപ്പോൾ വീണ്ടും പഴയതുപോലെയായി ദിവ്യ എസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഡിലീറ്റിൽ ഷിഫ്റ്റ് സെൽസ് ലെഫ്റ്റ് കൊടുത്തു നോക്കാം. ഷിഫ്റ്റ് സെൽസ് ലെഫ്റ്റ് കൊടുത്താൽ ഈ റൈറ്റിലുണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്നതാണ് ക്ലർക്ക്, അതിങ്ങോട്ട് കയറി വന്നു. റൈറ്റിലുണ്ടായിരുന്നത് ലെഫ്റ്റിലോട്ട് കയറി വരും. ഷിഫ്റ്റ് സെൽസ് ലെഫ്റ്റിലേക്ക് കയറി വന്നു. ഇനി അടുത്തുള്ള ഓപ്ഷനാണ് ഷിഫ്റ്റ് സെൽ ഡിലീറ്റ് എൻ്റയർ റോ, പിന്നെ ഡിലീറ്റ് എൻ്റയർ കോളം. ഡിലീറ്റ് എൻ്റയർ റോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു റോ മുഴുവൻ ഡിലീറ്റ് ആവും. ദിവ്യ എന്ന് പറയുന്ന റോ മുഴുവൻ ഡിലീറ്റ് ആയി. ഓക്കെ, ആ റോയിലുള്ള എല്ലാ കണ്ടൻസും ഡിലീറ്റ് ആയി. ഇനി അതുപോലെ നമുക്ക് ഡിലീറ്റിൽ ദിവ്യ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഡിലീറ്റ് സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് എൻ്റയർ കോളംസ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ആ കോളം മുഴുവനായിട്ട് ഡിലീറ്റ് ആവും. നമ്മൾ സെലക്ട് ചെയ്ത കോളം ദിവ്യ എന്ന് പറഞ്ഞ് വന്ന ആ കോളം മൊത്തത്തിൽ ഡിലീറ്റ് ആയി. അത് നമുക്ക് അൺഡു കൊടുത്ത് റീഇൻസ്റ്റേറ്റ് ചെയ്യാം. അപ്പോൾ തിരിച്ച് വീണ്ടും പഴയതുപോലെ ആക്കിയിട്ടുണ്ട് അൺഡു കൊടുത്തിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡിലീറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓപ്ഷൻസ്. അപ്പോൾ ഡിലീറ്റിൽ നമുക്ക് ഒരു സെല്ല് ഡിലീറ്റ് ചെയ്യാം. സെല്ല് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് സെൽസ് അപ്പും വരും, ഷിഫ്റ്റ് സെൽസ് ലെഫ്റ്റും വരും. പിന്നെ ഒരു കോളം മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യുകയോ ഒരു റോ മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ പരീക്ഷയ്ക്ക് ഹൗ ക്യാൻ യു ഡിലീറ്റ് സെൽസ് എന്നൊക്കെ ചോദിച്ചാൽ അതിൽ എടുക്കേണ്ട മെനു എന്ന് പറയുന്നത് എഡിറ്റ് മെനു ആണ്. എഡിറ്റ് മെനുവിൽ ഡിലീറ്റ് സെൽസ് ആണ് എടുക്കേണ്ടത്. അതിനകത്ത് വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് എഴുതണം. ഷിഫ്റ്റ് സെൽസ് അപ്പ്, ഷിഫ്റ്റ് സെൽസ് ലെഫ്റ്റ്, ഡിലീറ്റ് എൻ്റയർ റോസ്, ഡിലീറ്റ് എൻ്റയർ കോളംസ്. അതിൽ ഏത് ഓപ്ഷനാണോ വേണ്ടത് അത് ചൂസ് ചെയ്യുക, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു വർക്ക്ഷീറ്റ് മൊത്തത്തിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റിൽ ഷീറ്റിൽ ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയൽ എന്ന് പറഞ്ഞ ഒരു വർക്ക്ഷീറ്റ് ഇവിടെ കിടപ്പുണ്ടാകും. നമുക്ക് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റ് ഷീറ്റ് വരും. അപ്പോൾ ഡിലീറ്റ് ഷീറ്റ് കൊടുക്കുക. ആർ യു ഷുവർ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. എസ് കൊടുത്താൽ ആ ഷീറ്റ് മുഴുവനായിട്ട് ഡിലീറ്റ് ആയി. അപ്പോൾ ഇവിടെ ട്രയൽ എന്ന് പറഞ്ഞ ആ ഷീറ്റ് മിസ്സിംഗ് ആയി, അപ്പോൾ അത് ഡിലീറ്റ് ആയി. ഓക്കെ, വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ അൺഡു കൊടുത്താൽ മതി. നമ്മളെപ്പോഴും വർക്ക്ഷീറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റിപ്പോയി നമ്മൾ വേണ്ടാത്തൊരു കാര്യം ചെയ്തു പോയാൽ ഇവിടെ ഈ അൺഡു ബട്ടൺ ഉണ്ട്. അൺഡു ക്ലിക്ക് ചെയ്താൽ തിരിച്ച് വീണ്ടും വരും. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്തു പോയാലും തിരിച്ച് ചെയ്ത് തെറ്റിപ്പോയാൽ വീണ്ടും അൺഡു കൊടുത്താൽ മതി, അത് ക്യാൻസലായി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഡിലീറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, ഡിലീറ്റിംഗ് മനസ്സിലായല്ലോ? കേൾക്കുന്നുണ്ടോ എല്ലാവരും? അദീപ് ഉണ്ടോ? ആദി മനോജ മനസ്സിലായോ? ആദി ക്ലാസ്സിലുണ്ടോ? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? നിഖിൽ രാജ് കേൾക്കാമോ? മനസ്സിലാവുന്നുണ്ടോ? ശരി. അപ്പൊ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ആണ്. എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എഡിറ്റിങ്ങിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന കോപ്പി പേസ്റ്റ് ആണ്. നമുക്ക് ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്തു, അത് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത ആവശ്യം വരികയാണെങ്കിൽ അതിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അല്ല, ചിലപ്പോൾ നമുക്ക് ആദ്യം ഉള്ള ഒരു പൊസിഷൻ മാറ്റി വേറൊരു സ്ഥലത്താണ് അത് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുക.
അതാണ് എഡിറ്റിംഗ് ഫീച്ചേഴ്സിൽ വരുന്നത്. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ, കോപ്പിയിങ് ആൻഡ് മൂവിങ് സെൽസ്. ഓക്കെ, അപ്പോൾ കോപ്പിയും ചെയ്യണം, മൂവും ചെയ്യണം. കോപ്പി ചെയ്യാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ആദ്യം എഡിറ്റ് മെനുവിൽ കോപ്പി കൊടുക്കുക, എന്നിട്ട് എവിടെയാണോ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ ആ ഡെസ്റ്റിനേഷൻ സെല്ലിൽ കൊണ്ട് വച്ചിട്ട് എഡിറ്റിൽ പേസ്റ്റ് കൊടുക്കുക. അതെല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് ആദ്യത്തെ സ്ഥലത്ത് വേണ്ട, മൂവ് ചെയ്താണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ എഡിറ്റ് മെനുവിൽ കട്ട് കൊടുത്തിട്ട് എഡിറ്റിൽ പേസ്റ്റ് കൊടുക്കുക. ചെയ്ത് നോക്കാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. നമുക്ക് ഈ ഒരു നെയിം കോളം എടുക്കാം. ഇത്രയും നമ്മൾ കോപ്പി ചെയ്യുകയാണ്. ഇപ്പം ഇത്ര എടുക്കുന്നു, ഇത്ര എടുത്തിട്ട് എഡിറ്റ് മെനുവിൽ കോപ്പി കൊടുക്കുന്നു. ഓക്കെ, എഡിറ്റ് മെനുവിൽ കോപ്പി സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി വേണമെന്നുണ്ടെങ്കിൽ അടുത്ത നമ്മൾ ഡെസ്റ്റിനേഷൻ സെൽ, ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കാണോ കോപ്പി ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും എഡിറ്റ് മെനു എടുക്കുക, പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വരും. ഇതിന് ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. എഡിറ്റിൽ കോപ്പി ചെയ്യാനായിട്ട് Ctrl+C ക്ലിക്ക് ചെയ്താലും മതി. പേസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് Ctrl+V കീബോർഡിൽ നിന്ന് കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് V പ്രസ് ചെയ്താലും മതി. കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് C പ്രസ് ചെയ്താലും മതി. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കട്ട് ഓപ്ഷനാണ്. അപ്പോൾ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന നമുക്ക് വേണ്ട, ഇവിടെ അല്ല വേണ്ടത്, നമുക്ക് ഇവിടെ ആയിരുന്നു വേണ്ടത്. അപ്പോൾ പൊസിഷൻ മാറിപ്പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ഇതിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് മെനുവിൽ കട്ട് എടുക്കുക. ഈ സിസേഴ്സിൻ്റെ ഒരു പടം വരുന്നത്, Ctrl+X ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് കീ. കട്ട് എടുക്കുക. കട്ട് എടുക്കുമ്പോൾ അത് അവിടെ നിന്ന് കട്ടായി എന്നൊരു ഡോട്ടഡ് ലൈൻ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. ഇനി എവിടേക്കാണോ നമുക്ക് കൊണ്ടുവയ്ക്കേണ്ടത്, ഈ പൊസിഷനിലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ സെല്ല എങ്ങോട്ടേക്കാണോ വേണ്ട അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് മെനുവിൽ പേസ്റ്റ് എടുക്കുക. രണ്ടിലും പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പേസ്റ്റ് തന്നെയാണ് കോപ്പിയിലും കട്ടിലും വരുന്നത്. അപ്പോൾ വേണമെന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്യുക. ഇനി വേറെ ഒരു മെത്തേഡുണ്ട്, നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്താലും പോകും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഡിലീറ്റ് കീ, കീബോർഡിൽ നിന്ന് ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ ഇത്രയും സെൽസ് ഡിലീറ്റ് ആകും, കണ്ടന്റ് ഡിലീറ്റ് ആയിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് എഡിറ്റിംഗ് ഫീച്ചേഴ്സിലാണ് കോപ്പിങ് ആൻഡ് മൂവിങ് സെൽസ്. അതിൻ്റെ പരീക്ഷയ്ക്ക് പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയായിരിക്കും, പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഏത് മെനുവിലാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതാൻ അറിയണം. അപ്പോൾ അത് പഠിച്ചു വയ്ക്കണം. കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും ഒക്കെ വരുന്ന മെനു എഡിറ്റ് മെനു ആണ്. എഡിറ്റിൽ കോപ്പി, എവിടെയാണോ കൊണ്ടുവയ്ക്കേണ്ടത് അവിടെ എഡിറ്റിൽ പേസ്റ്റ് കൊടുക്കുക. അതുപോലെ നമുക്ക് മൂവ് ചെയ്യാനാണെങ്കിൽ എഡിറ്റിൽ കട്ടും എഡിറ്റിൽ പേസ്റ്റ്. ഇനി അടുത്ത് നമുക്ക് എഡിറ്റിംഗ് ഫീച്ചറിൽ രണ്ടാമത്തെ കാര്യം വരുന്ന ഫില്ലിങ് എ റേഞ്ച്, ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെ. ഇപ്പോൾ ഫില്ലിങ് എ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, താഴോട്ട് അതേപോലെ വരണം. അപ്പോൾ അതിന് എടുക്കുന്നതാണ് ഫില്ല്. അതിനെടുക്കേണ്ട മെനു എഡിറ്റിൽ ഫില്ലാണ്. നമുക്ക് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ 1 എന്നൊരു നമ്പറുണ്ട്. നമുക്ക് താഴോട്ട് വീണ്ടും നമുക്ക് ഇതിനെ തന്നെ ഫില്ല് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഒരു മെത്തേഡ് ഇതിൽ പറയുന്ന എഡിറ്റ് മെനുവിൽ ഫില്ലാണ്. അതും ഈ വേർഷനിൽ അതിനകത്ത് വരുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ സെല്ലിൻ്റെ ഇവിടെ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് റൈറ്റ് കോർണറിൽ ഒരു ഫിൽ ഹാൻഡിൽ ഉണ്ട്. ആ ഫിൽ ഹാൻഡിൽ കൊണ്ടുവച്ചാൽ പ്ലസ് ആയിട്ട് സിമ്പിൾ മാറും. കർസർ ഇപ്പോൾ ആരോയാണ്. ഈ ഫിൽ ഹാൻഡിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ആരോയുടെ സിമ്പിൾ പ്ലസ് ആയിട്ട് മാറും. എന്നിട്ട് അവിടെ വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മൗസ് താഴോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സ് ഇങ്ങനെ മാറി 1 2 3 4 5 6 7 8 എന്ന് 15 ആയി വന്നതായിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അതൊരു സീരീസ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും. 1 2 3 4 5 6 7 അങ്ങനെ 15 വരെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇതാണ് ഫിൽ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ കൊണ്ട് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിൽ സീരീസ്. അപ്പോൾ ഞാൻ നമുക്ക് ഫിൽ സീരീസ് എല്ലാം നമുക്ക് ഇതിലെ മെനുവും കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓൺ ഇവിടെ കിടക്കുകയാണ്. ഓണിനെ നമുക്ക് സീരീസ് അല്ല, നമുക്ക് എല്ലാ കോളത്തിലും ഓൺ തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യണം. ഫിൽ ഹാൻഡിൽ എടുത്തിട്ട് ആയിരുന്നില്ല. സീരീസ് തന്നെ വരുന്നുള്ളൂ, മെനു ഡിസ്പ്ലേ ചെയ്യുന്നില്ല.
നമുക്ക് സെയിം നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് താഴെയും ഒരു വൺ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ വൺ തന്നെ ഫില്ല് ചെയ്ത് കിട്ടും. അപ്പം രണ്ടിലും നമുക്ക് സീരീസ് അല്ല വേണ്ടത്, സെയിം നമ്പറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അടുത്ത വരിയിലും കൂടെ ഓൺ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ആ സെയിം നമ്പർ തന്നെ നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ 1 കൊടുത്തിട്ട് വെറുതെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ സീരീസ് ആയിരിക്കും കിട്ടുന്നത്. 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞ നമ്പർ സീരീസ് ആയിട്ടായിരിക്കും ഫില്ല് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതാണ് 2 സീരീസ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ്. അത് ഈ മെനുവിൽ പറയുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എഡിറ്റിൽ ഫിൽ സീരീസ് 2 ഓപ്ഷൻസ് ആണ്. സെയിം വാല്യൂ സെലക്ട് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ എഡിറ്റിൽ ഫില്ല് കൊടുക്കുക. സീരീസ് വാല്യൂ ആണ് 1 2 3 4 5 6 എന്ന് അങ്ങനെ സീരീസ് വാല്യൂ ആണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ എഡിറ്റിൽ ഫില്ലിൽ സീരീസ് കൊടുക്കുക. അപ്പം ഇത് പല വേർഷൻസിൽ പല രീതിയിലായിരിക്കും മെനു വരുന്നത്. അപ്പം ഇതിൽ കറക്റ്റായിട്ട് ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന മെനു വരുന്നില്ല, ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ എഡിറ്റിൽ ഫില്ലിൽ സീരീസ് കൊടുക്കുക. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ്, ഇതിൽ ഷോർട്ട് കട്ട് വേ ആണ്. എന്താണ്? ക്ലിക്ക് ഓൺ ദ ഫിൽ ഹാൻഡിൽ ഇൻ ദ ലോവർ റൈറ്റ് കോർണർ ഓഫ് ദ സെൽ ആൻഡ് ഡ്രാഗ് ഇറ്റ്. ഫിൽ ഹാൻഡിലിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ഫില്ല് ചെയ്ത് കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തത് ഡെലീറ്റിംഗ് സെൽ കണ്ടന്റ് ആണ്. സെൽ കണ്ടന്റ് ഡിലീറ്റ് ചെയ്യാൻ എഡിറ്റിൽ ഡിലീറ്റ് കണ്ടന്റ്സ് കൊടുക്കുക. മുഴുവൻ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റിൽ ഡിലീറ്റ് ആൾ കൊടുക്കുക. ഓക്കെ, പല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളിവിടെ ഈ ടൈപ്പ് ചെയ്തൊക്കെ വെച്ചാൽ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. എഡിറ്റ് മെനുവിൽ ഡിലീറ്റ് ആൾ കൊടുക്കുക. ഓക്കെ, ഇവിടെ കട്ട് കൊടുക്കാനേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് വരും. ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് സെൽസ് ആണ് ചോദിക്കുന്നത്. ഷിഫ്റ്റ് സെൽസ് അപ്പ് കൊടുത്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ സെൽസിനെ ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ്, സെലക്ട് ചെയ്തിട്ട് കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? എഡിറ്റ് മെനുവിൽ ഡിലീറ്റ് കണ്ടന്റ്സ് ആണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പ്രസ് ഡിലീറ്റ് കീ ഓൺ ദ കീബോർഡ്. To delete contents of a cell, press delete key on the keyboard. കീബോർഡിൽ നിന്ന് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ എഡിറ്റ് മെനുവിൽ ഡിലീറ്റ് കണ്ടന്റ്സ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഡിറ്റിംഗ് ഫീച്ചേഴ്സിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. സെല്ല് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെ, റോ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെ, കോളം ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെ, പിന്നെ അതിൽ ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെ, എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെ, കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്.